ആര്യങ്കോട് അയൽവാസിയുടെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന തെങ്ങ് കാരണം ബുദ്ധിമുട്ടുകയാണ് ഒരു കുടുംബം. ആര്യങ്കോട് അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഗ്രീഷ്മയും കുടുംബവുമാണ് വർഷങ്ങളായി ദുരിതത്തിൽ തുടരുന്നത്. അയൽവാസിയുടെ അടുത്തും ആര്യങ്കോട് പഞ്ചായത്തിലും പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ഗ്രീഷ്മ പറയുന്നത്. ആര്യങ്കോട് പഞ്ചായത്തിലെ മുതിർന്ന ജീവനക്കാരൻ മോശമായി സംസാരിച്ചതായും ഇവർ പറയുന്നു. പലരോടും പരാതിപ്പെട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ലെന്നാണ് ഇവരുടെ അഭിപ്രായം. എൻ്റെ വീടിന് അപകടമായിട്ട് അയൽക്കാരൻ്റെ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട്. ഒന്നാമത് ആസ്പെറ്റോ ഷീറ്റിട്ട വീടും കൂടെയാണ് ഞങ്ങളുടെ. ആര്യങ്കോട് പഞ്ചായത്തിൽ 5 മാസം മുന്നേ ഞാൻ പരാതി കൊടുത്തു. ഇതേവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പലതവണ അന്വേഷിച്ച് ചെല്ലുമ്പോഴും അവർ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കി വിടുന്നതല്ലാതെ ഇന്ന് നാളെ മറ്റന്നാളെന്ന് പറഞ്ഞ് നീട്ടി വിടുന്നല്ലാതെ ഒരു തീരുമാനമായിട്ടില്ല ഇതുവരെ. ഞാൻ ഒരു തവണ എൻ്റെ ഇളയ മോനെ, എനിക്ക് 3 കുഞ്ഞു മക്കളാണ്, ഞാനും 3 കുഞ്ഞുമക്കളും പേടിച്ചാണ് ഓരോ ദിവസം ഇവിടെ കഴിയണത്. തെങ്ങ് പൂർണ്ണമായിട്ട് നശിച്ച് നിൽക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും മറിഞ്ഞു വീഴാന്നുള്ള അവസ്ഥയാണ്. ഞാനും എൻ്റെ 2ാമത്തെ മകനും കൂടെ ഒരു ദിവസം പഞ്ചായത്തിൽ ഇതേപ്പറ്റി അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഹെഡ് ക്ലർക്കായ സുനിൽകുമാർ സാർ വളരെ മോശമായിട്ടാണ് അത് വീണെങ്കിൽ വീഴട്ടെ, ഞാൻ വീണാൽ എനിക്കും എൻ്റെ മക്കൾക്കും ജീവൻ എന്തെങ്കിലും സംഭവിക്കും, ആരും ഉത്തരം പറയും ചോദിച്ചപ്പോൾ എന്നോട് അവരോട് പോയി ചോദിക്കുകയും മരം നിൽക്കുന്ന വീട്ടുകാരോട് പോയി ചോദിക്കാൻ വേണ്ടിയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആ സാർ സംസാരിച്ചത്. അതിനുശേഷം പഞ്ചായത്തിൽ പോകുമ്പോൾ ബാക്കി ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഞങ്ങളെ ചെല്ലുമ്പോൾ എന്തോ ഒരു പുച്ഛഭാവത്തിലാണ് അവരുടെ പെരുമാറ്റവും ഒക്കെ. അങ്ങനെയാണ് ഞാൻ മുകളിലോട്ട് പരാതി കൊടുത്ത് കളക്ടർക്കും മുഖ്യമന്ത്രിക്കും RDIക്കും ഒക്കെ പരാതി കൊടുത്തു. പക്ഷെ എന്നിട്ടും ഇതേവരെ ഒരു തീരുമാനം ഇതേവരെ ആയിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ തെങ്ങ് മുറിച്ചു മാറ്റി തരണം. ഞങ്ങൾ പേടിച്ച് അടുത്ത അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ ഷെഡിലാണ് ഞാൻ പിള്ളേരെ വെച്ചുകൊണ്ട് മിക്ക ദിവസവും പോയിരിക്കുന്നത്. രാത്രിയിലൊക്കെ ഞങ്ങൾ അവിടെയാണ് മിക്കപ്പോഴും കിടക്കുന്നത് തന്നെ പേടിച്ചിട്ട്. എപ്പോൾ വേണമെങ്കിലും വീഴുമെന്നുള്ള രീതിയിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു നീതി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം.